ഷെക്കീന ചാനലിനെ കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ ഈ ദിവസങ്ങളിൽ ഉണ്ടാവുന്ന ചില പ്രേരണകൾ പങ്കുവെക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഷെക്കീന ചാനലിനെ ദൈവം തന്നതോർത്ത് ഞാൻ ഈ പ്രതിഷ്ഠയിൽ ദൈവത്തിന് പ്രത്യേകം ആരാധനയും നന്ദിയും സമർപ്പിക്കുകയാണ്. ബ്രദർ സന്തോഷ് കരിമാത്ര ബ്രദറിലൂടെ ദൈവം കേരള സഭയ്ക്കും ആഗോള സഭയ്ക്കും ചെയ്തു തന്ന വലിയ ഒരു കൃപയോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ ഒരു കാര്യം എങ്ങനെയാണ് ദൈവം ഇത്തരം അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നത്, ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ ചില ബോധ്യങ്ങൾ ഞാൻ പങ്കുവെക്കുകയാണ്. വേഗം പങ്കുവെക്കാം. അതായത് ഈ എങ്ങനെയാണ് ഒരു ചാനൽ, ഒരു മിനിസ്ട്രി, ഷെക്കീന എന്ന പേരിൽ ഇന്ന് നമുക്കെല്ലാം തിരുസഭയ്ക്ക് വലിയ അഭിമാനമായ, തിരുസഭയെ വല്ലാതെ പൊതിഞ്ഞു പിടിക്കുന്ന, സഭയെ സംരക്ഷിക്കുന്ന, സഭയുടെ കൂടെ നിൽക്കുന്ന, സഭയുടെ മുഖം വികൃതമാകാതെ സഭയെ സഹായിക്കുന്ന ഈ ചാനലിനെ ദൈവം എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്? അത് രൂപപ്പെട്ടത് ഒരു ഭാരത്തിൽ നിന്നാണ്. ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം, ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ലക്ഷ്യം യേശുവിനോട് ഐക്യപ്പെടുക മാത്രമല്ല, ദൈവരാജ്യ വേലയ്ക്ക് നമ്മെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഈ വിമലഹൃദയ പ്രതിഷ്ഠ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് നമ്മളെ സമർപ്പിക്കുകയാണ്. ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞൊരു വാചകം, അതായത് യേശുവിനോടൊന്നായി മാറുന്നതിനോ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് സ്വയം സമർപ്പിക്കുന്നതിനോ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഈ മരിയൻ പ്രതിഷ്ഠ എന്ന് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ മരിയൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈ മരിയൻ പ്രതിഷ്ഠ നമ്മളെ യേശുവിനോട് ഐക്യപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്. എന്താണ്? നമ്മൾ യേശുവിനോട് ഒന്നായി മാറുമ്പോൾ യേശുവിൻ്റെ ഇഷ്ടം ഈ ലോകത്തിൽ ചെയ്യാൻ, പ്രത്യേകിച്ച് സുവിശേഷ വേല ചെയ്യാൻ, ദൈവരാജ്യ വേല ചെയ്യാൻ നമ്മളൊരു സമർപ്പണം നടത്തുകയാണ്. അപ്പോൾ ആ സമർപ്പണത്തിൽ ഞാൻ പറയുന്നത്, ദൈവരാജ്യ വേലയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ ദൈവരാജ്യ വേലയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന സമയത്ത് ആ ദൈവരാജ്യ ശുശ്രൂഷകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഭാരമുള്ള ഹൃദയങ്ങളിൽ നിന്നാണ്. നെഹെമ്യായോട് രാജാവ് ചോദിച്ചു, നിൻ്റെ മുഖം മ്ലാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? നെഹെമ്യാ പറഞ്ഞു, ജെറുസലേമിൻ്റെ മതിലുകൾ പൊളിഞ്ഞു കിടക്കുകയും നഗര കവാടങ്ങൾ അഗ്നിക്കിരയാവുകയും നഗരം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി ഇട്ടിരിക്കുന്നൊരവസ്ഥയിൽ എൻ്റെ മുഖം എങ്ങനെ പ്രസാദിക്കും? എന്നിട്ട് നെഹെമ്യാ ദിവസങ്ങളോളം നിലത്തിരുന്ന് കരഞ്ഞു. എസ്രാ നിലത്തിരുന്ന് കരഞ്ഞു. അപ്പോൾ മിനിസ്ട്രികൾ ഉണ്ടാവുന്നത് ഭാരമുള്ള ഹൃദയങ്ങളിൽ നിന്നാണ്. ദൈവരാജ്യത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച്, ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ള ഹൃദയങ്ങളിൽ നിന്നാണ് മിനിസ്ട്രികൾ ഉണ്ടാവുന്നത്, ദൈവരാജ്യ ശുശ്രൂഷകൾ ഉണ്ടാവുന്നത്. അപ്പോൾ 2012 മുതലേ ഈ ബ്രദർ സന്തോഷിന് ദൈവം തിരുസഭയെക്കുറിച്ചൊരു ഭാരം കൊടുത്തു. എന്താണ് ഭാരം? തിരുസഭ അവഹേളിക്കപ്പെടുന്നു, സഭ സമൂഹമധ്യത്തിൽ അപമാനിക്കപ്പെടുന്നു, സുവിശേഷ വേലക്കാർ അപമാനിക്കപ്പെടുന്നു. തിരുസഭയുടെ ഹൃദയമെന്തെന്ന് വെളിപ്പെടുത്താൻ നമുക്ക് പലപ്പോഴും ഒരു മീഡിയം ഇല്ല. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, നമുക്ക് ദൈവം അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശാലോം ടെലിവിഷനുണ്ട്, ഡിവൈനിലൂടെ അത്ഭുതകരമായി ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുഡ്നസ് ചാനലുണ്ട്, അതിനിടയ്ക്ക് ഇനി എന്തിനാണ് ഒരു പുതിയ ചാനൽ? ഒത്തിരി വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടു. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ശാലോമിനെ ദൈവം നടത്തുന്നത് ഒരു ആത്മീയ ശുശ്രൂഷയുടെ പ്രത്യേകമായൊരു അഭിഷേകത്തിലാണ്. അത് ശാലോമിൻ്റേത് മാത്രമായൊരു കൃപയും ഒരു അഭിഷേകമുണ്ട്. ഗുഡ്നസിനെ ദൈവം ഏറ്റെടുത്ത് നടത്തുന്നത് അതുപോലെ ദൈവവചന ശുശ്രൂഷയുടെ വചനപ്രഘോഷണത്തിൻ്റെ വേറൊരു വിധത്തിലാണ്. എന്നാൽ ആനുകാലിക വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യാനോ, അതിൽ സഭയുടെ അഭിപ്രായം എന്താണെന്ന് പറയാനോ, അതിൽ സഭയുടെ നിലപാടെന്താണെന്ന് പറയാനോ, സഭയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി മുഖ്യധാരാ മാധ്യമങ്ങൾ പലപ്പോഴും ആ മാധ്യമ അല്ലെങ്കിൽ ആ ചാനലുകളുടെ ഉദ്ദേശ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി തമസ്കരിക്കുന്ന സത്യങ്ങളെ മറനീക്കി വെളിച്ചത്ത് കൊണ്ടുവരാൻ തിരുസഭ എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ തിരുസഭയിൽ എന്താണ് സംഭവിക്കുന്നത്, സംഭവങ്ങളുടെ നിജസ്ഥിതി, യാഥാർത്ഥ്യം, അത് വെളിപ്പെടുത്താൻ നമുക്കൊരു ന്യൂസ് ചാനലില്ല. അപ്പോൾ ആ ന്യൂസ് ചാനൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വെളിപ്പെടുത്താൻ പറ്റൂ. അപ്പം അതുകൊണ്ട് ദൈവം ഏറ്റെടുത്ത് നടത്തിയ ആ ശുശ്രൂഷ, ഇങ്ങനെ ഒരു ഭാരം ദൈവം ആഗ്രഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭാരമായിട്ട് മാറി. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഒടുവിൽ കർത്താവ് അതിന് വേണ്ട സൗകര്യങ്ങൾ, കെട്ടിടങ്ങൾ, ഉപകരണങ്ങൾ, റിസോഴ്സസ് എല്ലാം ഒരുക്കി ഒരു എടുത്തുചാട്ടമായിരുന്നു.
ഒരു ന്യൂസ് ചാനൽ കിട്ടി, പിന്നെ അതിൻ്റെ ലൈസൻസ് കിട്ടണം, അങ്ങനെയുള്ള ഞാനതിൻ്റെ നൂലാമലകളിൽ കടക്കുന്നില്ല. ഇത് ഇപ്പോൾ ഷെക്കേനയിൽ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ അത് നിസ്സാരമല്ല. ഒരു യൂട്യൂബ് ചാനലിൽ ഒരു പ്രോഗ്രാം വരുന്ന പോലെ അല്ല. ഇന്നെന്താ സംഭവിച്ചതെന്നറിയാമോ? ഇന്ന് നമ്മുടെ 2022 നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അവഗണിക്കാനാവാത്ത ക്രൈസ്തവ ശബ്ദമാണ് ഷെക്കേനയുടേത്. അവഗണിക്കാൻ പറ്റാത്ത, കാരണം ഇന്ന് മന്ത്രിമാർക്ക് അല്ലെ ഉദ്യോഗസ്ഥർക്ക്, ഞാൻ സംഭവങ്ങൾ എടുത്ത് പറയുന്നില്ല, തിരുസഭ ഈ സഭയുടെ നിലപാടിതാണ് എന്ന് ഈ ചാനലിൽ വരുമ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ട്. അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഇത് സഭയുടെ നിലപാട് ഇതാണ്. അപ്പോൾ ഇന്ന് പിതാക്കന്മാർ കൊടുത്ത് അകമഴിഞ്ഞ ഒരു നിസ്വാർത്ഥമായ ഒരു സപ്പോർട്ട്, ഒരു 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 പിന്താങ്ങി അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നയിച്ചൊരവസ്ഥ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ കടബാധ്യത, വലിയ ബാധ്യത. അങ്ങനെ ഈ 2019 ഒരു പ്രത്യേകത എന്തെന്നറിയാമോ? 2019 കരുണയുടെ തിരുനാളിലാണ് ഷെക്കേന ലോഞ്ച് ചെയ്യപ്പെടുന്നത്. കരുണയുടെ തിരുനാളിന് ഞാനത് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം 2018 കരുണയുടെ തിരുനാളിലാണ് ഈ ധ്യാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 2018 കരുണയുടെ തിരുനാളിൽ, 2019 കരുണയുടെ തിരുനാളിലാണ് ഷെക്കൈന ലോഞ്ച് ചെയ്യപ്പെടുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? വലിയ കടബാധ്യത, ഏതാണ്ട് 5 കോടി രൂപയോളം ബാധ്യത. ചാനൽ അധികം പേരിലേക്കൊന്നും എത്തുന്നില്ല. വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി. അങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ട് കോടികളുടെ ബാധ്യതയും പ്രയാസമായിട്ട് 2020 ഒരു കൊല്ലം പിന്നിടുമ്പോൾ 2020 മാർച്ചിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ? ഈ ചാനൽ മുന്നോട്ട് പോകുന്നില്ല, ഇത് ആരുടെ അടുത്ത് എത്തുന്നില്ല, അത് സംപ്രേഷണം ചെയ്യപ്പെടുന്നതിനുള്ള തടസ്സങ്ങൾ, കേബിൾ TV നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യത, വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, അവഹേളനങ്ങൾ, ആക്ഷേപങ്ങൾ, അങ്ങനെ രാവും പകലും കർത്താവിൻ്റെ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ കണ്ണുനീരോടെ നിലവിളികളോടെ ഇരിക്കുമ്പോൾ 2019 മാർച്ച് മാസം 9 ബദർ സന്തോഷ് കരിമാത്ര പരിശുദ്ധ അമ്മയുടെ ഒരു സ്വരം കേൾക്കുകയാണ്: ഞാനില്ലേ നിൻ്റെ കൂടെ, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ ഈ മരിയൻ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഇത് പറയാൻ കാരണം, ഈ മരിയൻ പ്രതിഷ്ഠ ഇന്ന് ലോകം മുഴുവൻ എത്തുന്നതിന് ദൈവം തിരഞ്ഞെടുത്തത് പരിശുദ്ധ അമ്മ കൂടെയുണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്ത ഒരു ചാനലിനെയാണ്. അപ്പോൾ അങ്ങനെ ആ സ്വരം കേട്ടതിന് ശേഷം പിന്നെ നമുക്ക് എന്തെന്ന് സംഭവിച്ചു? മാർച്ചിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ധ്യാനകേന്ദ്രങ്ങൾ അടയ്ക്കപ്പെട്ടു, ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ടു, പ്രാർത്ഥന നടത്താൻ സൗകര്യമില്ലാതായി, ആളുകൾക്ക് വചനം കേൾക്കാൻ സൗകര്യമില്ലാതായി, പരിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ സൗകര്യമില്ലാതായി. അപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്ക് 24 മണിക്കൂറും ലൈവായി ശുശ്രൂഷകൾ സംപ്രേഷണം ചെയ്യാൻ ഒരു ചാനൽ ഇല്ലായിരുന്നെങ്കിൽ കോവിഡ് കാലത്ത് നമ്മൾ കേരള സഭ വല്ലാതെ പ്രയാസപ്പെട്ടേനെ. ഈ കോവിഡ് ഉണ്ടാകുമെന്ന് മനുഷ്യനറിയാൻ പാടില്ലായിരുന്നെങ്കിലും ഉണ്ടാകുമെന്നും കേരള സഭയിലെ അനേകം മക്കൾ പരിശുദ്ധ കുർബാന കിട്ടാതെ വിഷമിക്കുമെന്നും അന്ന് ലൈവായി തത്സമയം ശുശ്രൂഷകൾ നടത്തി ദൈവജനത്തിൻ്റെ ദാഹമകറ്റാൻ, വിശപ്പകറ്റാൻ ദൈവം മുൻകൂട്ടി അനാദിയിലെ പദ്ധതിയിട്ട പ്രകാരമാണ് ദൈവം ഈ ചാനലിനെ എടുത്ത് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഞാനിത് പറയുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം, ശാലോമിനെ ഓർത്ത് നന്ദി പറയണം, ഗുഡ്നസ്സിനെ ഓർത്ത് നന്ദി പറയണം, ഷെക്കേനായെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം, മഹത്വപ്പെടുത്തണം. കർത്താവിൻ്റെ കരുണ കര കവിഞ്ഞൊഴുകിയതിൻ്റെ ലക്ഷണമാണ്. അങ്ങനെ അതിനുശേഷം പിന്നെന്താ സംഭവിച്ചത് നമുക്കറിയാം. ഷെക്കേനായെ ദൈവം എടുത്തുയർത്തി അനേകം വീടുകളിൽ, കുടുംബങ്ങളിൽ, ക്രിസ്തീയ സഭയുടെ വിവിധ മുഖങ്ങളിൽ, വിവിധ മേഖലകളിൽ ചാനലിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. രാവും പകലും ന്യൂസ് ചാനലുകൾ, വാർത്തകൾ, ഡിബേറ്റുകൾ, അതുപോലെ തന്നെ പരിശുദ്ധ കുർബാന, വചനപ്രഘോഷണം, അതുപോലെ മിസ്പ പോലെയുള്ള ശുശ്രൂഷകൾ, വലിയ സഭയെ താങ്ങി നിർത്തുന്ന, പ്രത്യേകിച്ച് സഭയുടെ ശത്രുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന, പ്രത്യേകിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട നിരപരാധികളെ, വേട്ടയാടപ്പെടുന്ന സഭയുടെ മക്കളെ ചേർത്ത് പിടിക്കുന്ന, സംരക്ഷിക്കുന്ന, അങ്ങനെ വലിയ ഒരു ശുശ്രൂഷയായിട്ട് ദൈവത്തിനെ മാറ്റി. ഞാൻ 1-2 വാചകങ്ങൾ പറഞ്ഞ് അത് അവസാനിപ്പിക്കുകയാണ്. അതായത് ഇത്തരം ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഞാൻ ശാലോമിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബെന്നി സാർ എന്നോട് പറഞ്ഞതനുസരിച്ച്, അല്ലെങ്കിൽ സാറ് പറഞ്ഞ് കേട്ടതനുസരിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇങ്ങനെയാണ്: ഏതാണ്ട് നിയർലി 50 ലക്ഷം രൂപ വേണം ശാലോം ഒരു മാസം മുന്നോട്ട് പോകണമെങ്കിൽ. ഞാൻ സന്തോഷ് ബദനോട് സംസാരിച്ചു, ഏതാണ്ട് നിയർലി 50 ലക്ഷം രൂപ വേണം ഷെക്കൈന ഒരു മാസം നടക്കണമെങ്കിൽ. പക്ഷേ ഇതെങ്ങനെ നടന്നു? എങ്ങനെ നടക്കുന്നു? ദൈവത്തിൻ്റെ
ഉദാരപൂർണമായ കൈ അയച്ചുള്ള ദൈവത്തിൻ്റെ കൊടുക്കൽ കൊണ്ടാണ്, വിശ്വസ്തത കൊണ്ടാണ് അത് നടന്നു പോകുന്നത്. അതിന് ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത് പാവപ്പെട്ട മനുഷ്യരെയാണ്, നിസ്വാർത്ഥരായ മനുഷ്യരെയാണ്. ഞാനത് പറയാൻ കാരണം, ഇത്തരം ശുശ്രൂഷകളെ നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കണം. സാമ്പത്തിക ഞെരുക്കം കൊണ്ട് ഒരു ക്രിസ്തുവിൻ്റെ ചാനൽ, ദൈവം ആരംഭിച്ച ചാനൽ ബുദ്ധിമുട്ടാൻ നിന്നു പോവില്ല. അത് ദൈവം നിർത്തില്ല. ദൈവം അതിന് പക്ഷേ അത് ഞെരുങ്ങാനിടയാവരുത്. അതുകൊണ്ട് നമുക്ക് സാധിക്കുന്നിടത്തോളം ഇത്തരം ശുശ്രൂഷകൾ, ഞാൻ ഒത്തിരി ശുശ്രൂഷകളെ ഇതുപോലെ പരിചയപ്പെടുത്തുകയും സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ശുശ്രൂഷ നല്ല ശുശ്രൂഷകൾ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അങ്ങനെ പറയണമെന്ന് പ്രേരണ കിട്ടിയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നമ്മുടെ ഇത്തരം മീഡിയ ശുശ്രൂഷകളെ നിങ്ങൾ സാധിക്കുന്നവരെല്ലാം സാമ്പത്തികമായി സഹായിക്കണം, സഹായിച്ച് ശക്തിപ്പെടുത്തണം. അത് ഞാൻ ഈ വിമലഹൃദയ പ്രതിഷ്ഠാ ദിനത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഏത് ശുശ്രൂഷയോടാണോ ഹൃദയം കൊണ്ട് ദൈവം അടുപ്പം, ഞാനൊരു പ്രത്യേക ശുശ്രൂഷ എടുത്ത് കാണിക്കുകയല്ല, നിങ്ങൾക്ക് അതായത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക, ഇവർ ദൈവവേല ചെയ്യുന്നവരാണോ, ഇവർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടോ, അതോ ഇവർ സെൽഫ് മാർക്കറ്റിംഗ് ആണോ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആളുകളാണോ, സ്വയം മാർക്കറ്റ് ചെയ്യുന്നവരാണോ, അത് നിങ്ങൾ നോക്കുക. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവവേല ചെയ്യുന്ന ദൈവരാജ്യ ശുശ്രൂഷകളെ നിങ്ങൾ മനസ്സറിഞ്ഞ് സഹായിക്കണം. അതിന് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് ഷെക്കൈനായെ നിങ്ങൾ സഹായിക്കണം, ശാലോമിനെ സഹായിക്കണം, ഗുഡ്നസ്സിനെ സഹായിക്കണം. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.